പ്രതികളെ ഇപ്പോൾ അറസ്റ്റായ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി SDPI ഇവർ ഈ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തുകയാണ്, അവരെ കൊണ്ട് ഇത് പരാതി കൊടുപ്പിക്കുകയാണോ ഇങ്ങനെയൊക്കെ? അല്ല, അതിൽ SDPI ഉണ്ടാക്കുന്ന ഈ മതരാഷ്ട്രവാദികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ് ഭീതി ഉണ്ടാക്കലാണ്. ഭീതി ഉണ്ടാക്കലാണ്. ഈ പറയുന്ന ആൾക്കൂട്ട ഗുണ്ട സദാചാര പോലീസിന്റെ അക്രമത്തിന്റെ പിന്നിലെന്താ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ആരോട് മിണ്ടണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീതിയുണ്ടാക്കി തങ്ങളുടെ മതരാഷ്ട്ര കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമൂഹമാണ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ചിലതിലുണ്ടായിന്ന് വരും. ഭീതിയല്ല ഇവിടെ പ്രശ്നം. എന്താ ഇവിടെ പ്രശ്നം? ഒന്ന്, ആ കുടുംബത്തെ അപമാനിച്ചു. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, ആൾക്കൂട്ട വിചാരണ നടത്തി, അതിന്റെ ഭാഗമായി കുട്ടി ആത്മഹത്യ ചെയ്തു. ആ സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ കുടുംബത്തിന് അപമാനം ഉണ്ടാവുമായിരുന്നില്ല. ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, അതിന്റെ മേലെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകൾ തന്നെ, ഇതിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? 40 പവന്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയാണ് സുഹൃത്ത്. ആരിൽ നിന്ന് കൈക്കലാക്കിയെന്ന അതിൻ്റെ അർത്ഥം? ഇതിന്റെ ധ്വനി എന്താണ്? ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? ആരാ അപമാനിക്കുന്നത്? ഞങ്ങൾ CPM ആണോ? ഈ പോസ്റ്റ് ഞാനിവിടെ വായിക്കുന്നില്ല. അതെ, അത് ഇതില് ഇങ്ങനെ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ആ കുടുംബത്തെയും, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ആ കുടുംബത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രചരണം വീണ്ടും വീണ്ടും നടത്തുകയാണ്. ആത്മഹത്യ ചെയ്ത കുട്ടിയെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ്, ആ കുടുംബത്തെ അപമാനിക്കുകയാണ്.